പാലിക്കുമെന്നുള്ളതാണ് പി സി ജോർജ് പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. അത് കണ്ടാൽ മനസ്സിലായില്ലേ, കോടതിയിലോട്ട് തന്നെ ഞാൻ പോകുന്നത് നിയമം പാലിക്കുന്നവരാണ്. അത് കണ്ടാൽ മനസ്സിലായില്ലേ, കോടതിയിലോട്ട് തന്നെ ഞാൻ പോകുന്നത് നിയമം പാലിക്കുന്നവരാണ്. നിയമം പാലിക്കും എന്ന് പറഞ്ഞാണ് കോടതിക്കുള്ളിലേക്ക് പി സി ജോർജ് പോയത്. പക്ഷേ ഇതേ പി സി ജോർജ് നിയമം പാലിക്കാതെ എത്രയോ തവണ കേരളത്തിൽ അന്യമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി. അതിന്റെ പേരിൽ അറസ്റ്റിലായി, ജാമ്യം കിട്ടി, പുറത്തിറങ്ങി, വീണ്ടും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. അതിന്റെ പേരിൽ തന്നെ വീണ്ടും കോടതി ജാമ്യം റദ്ദാക്കി. പി സി ജോർജ് വീണ്ടും അറസ്റ്റിലായിരുന്നു. പിന്നീട് കർശന ജാമ്യ വ്യവസ്ഥകളിലൂടെ വീണ്ടും ജാമ്യം കിട്ടുകയാണ് ചെയ്തത്. ഇങ്ങനെ പലതവണയായി വിദ്വേഷ പ്രസംഗം, അന്യമത വിദ്വേഷം, മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തുകയും അതിന്റെ പേരിൽ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും പി സി ജോർജ് ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ മതവിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ പേരിലാണ് ഏറ്റവും അവസാനത്തെ നടപടി. ഇപ്പോൾ കോടതിയിൽ പോയപ്പോഴും നിയമം പാലിക്കും എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇനി കോടതിയിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. കോടതി പി സി ജോർജിനെതിരെ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാല ചെയ്തികൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല.